ഞാൻ യൂട്യൂബ് നിർത്തി ഗൈസ്. ഞാൻ യൂട്യൂബ് നിർത്തിയിട്ട് ഞാനിപ്പോൾ കണ്ടത്തിൽ കിടക്കാൻ പോവാണ് ഗൈസ്. ഫേസ്ബുക്കിലെ കുറേ ആൾക്കാർ കുറേ ദിവസമായിട്ട് ഒരുപാട് പോസ്റ്റുകൾ കിട്ടുന്നുണ്ട്. എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. യൂട്യൂബ് സ്ഥിരമായിട്ട് ഉള്ളൊരു ജോലിയല്ല, എല്ലാവരും ഇവൻ്റെ ലൈഫ് കണ്ടിട്ട് പഠിക്കണം, ഇവരൊക്കെ യൂട്യൂബ് നിർത്തിയപ്പോൾ വേറെ പണിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിവിടെ യൂട്യൂബ് സ്റ്റോപ്പ് ചെയ്തത്. നമ്മൾ യൂട്യൂബിന് ബ്രേക്ക് എടുത്തല്ലേ. നിങ്ങൾക്കറിയാലോ, എനിക്ക് മുന്നേ ചെറിയ ഇഷ്യൂ വന്നു. അപ്പം ഞാനൊരു ബ്രേക്ക് എടുത്തു. കാരണം നമ്മൾ വലിയൊരു കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞാൽ, നമ്മൾ വലിയൊരു ആൽമരം പോലെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്കിത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവും. നേരെ മറിച്ച് നമ്മൾ ചെറിയൊരു ഇല ഒരേ താണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് എഫക്റ്റ് ആവില്ല. അതാണ് സംഭവിച്ചത്. എനിക്ക് 2 വർഷം മുമ്പ് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഞാൻ കംപ്ലീറ്റ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ബ്രേക്ക് എടുത്ത് ഞാൻ മാറിയിരുന്നു. അതിനുള്ള ഞാൻ എൻ്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഈ അടുത്ത കാലത്ത് എക്സാക്ട്ലി കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസം എന്താ നടന്നതൊക്കെ അറിയാലോ. ആ ഒരു ഇൻസിഡൻറ്റ് ശേഷം എനിക്ക് തോന്നി നമുക്കിന്ന് ഈ പ്രൊഫൈൽ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അന്ന് മുതലുള്ള പ്ലാനായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ കുറേ മാസത്തെ പ്ലാനിങ്ങിന് ശേഷം നമ്മുടെ മല്ലു ട്രാവൽ എന്നുള്ള ബ്രാൻഡ് അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 2018 ഞാൻ ശരിക്കും മല്ലു ട്രാവൽ എന്നുള്ള ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2018 നവംബറിൽ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്നും ഞാൻ ലോറിയിൽ ലിഫ്റ്റ് അടിച്ച് കയറി നേരെ ആലപ്പുഴ പോയിട്ട് അവിടെ വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കുന്ന ഒരു സ്കൂൾ വൃത്തിയായിക്കൊണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് വ്ലോഗ് ചെയ്തത്, ഞാനും നമ്മുടെ ജിതിൻ ജോസിയും. അപ്പം അന്ന് ഞാൻ ആ ഒരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു പഴയ ഒരു ഐഫോൺ മാത്രമായിരുന്നു. എഡിറ്റ് ചെയ്യാൻ ലാപ്ടോപ്പ് പോലും ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിലത്തെ ലോക്കലിലെ എഡിറ്റർക്ക് 500 രൂപ കൊടുത്തിട്ടാണ് ഫസ്റ്റ് വ്ലോഗ് എഡിറ്റ് ചെയ്യിപ്പിച്ചത്. അതും കോപ്പിറൈറ്റ് ഒക്കെ അടിച്ച് അതിന് പൈസയും കിട്ടില്ല. സോ ഞാൻ ഈ ഒരു മല്ലു ട്രാവൽ എന്നുള്ള ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത് ലിറ്ററലി സീറോ എന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ഹാർഡ് വർക്ക്, എൻ്റെ ലൈഫ് ഞാൻ ഇതിനു വേണ്ടി ഇട്ട് കൊടുത്തു. ഞാൻ ഇവിടുന്ന് ലോറിയിൽ ഹിച്ച് ചെയ്ത് ലോറിയിൽ ട്രാവൽ ചെയ്ത് ഞാൻ സിംഗപ്പൂരിൽ പോയി. 65 ദിവസം കൊണ്ട് ഞാൻ ഓൾമോസ്റ്റ് 9 കൺട്രികളും, അതും വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് വളരെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്തത്. അതിലേക്കൂടെയാണ് ശരിക്കും ചാനൽ വളർന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ ഈസ്റ്റ് ആഫ്രിക്ക പോയി, ആഫ്രിക്കയിൽ പോയി. അവിടുത്തെ ഒരുപാട് കൺട്രീസിൽ നമ്മൾ 4-5 കൺട്രീസിൽ 54 ദിവസം ബൈ റോഡ് ഞാൻ ട്രാവൽ ചെയ്തു. അവിടുത്തെ കണ്ടൻറ്റ്സ് കൊണ്ടുപോകുന്നു. പിന്നീട് ഒരു ഹോണ്ടേനെ ക്ലിക്കിൻ്റെ സ്കൂട്ടർ എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് കാശ്മീരിലോട്ട് പോയി ആ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തു. പിന്നീട് ഇവിടുന്ന് ഒരു നമ്മുടെ അമ്മിനാനെയും കൊണ്ട് ഞാൻ യൂറോപ്പിലോട്ട് പോയി. അങ്ങനെയാണ് നമുക്ക് കോവിഡ് ഹിറ്റ് ചെയ്തത്. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ കരിയർ ബിൽഡ് ചെയ്തത് ഒരിക്കലും മറ്റൊരാളെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടോ അല്ല. നമ്മുടെ കരിയർ ബിൽഡ് ചെയ്തത് നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ടും നമ്മുടെ ഐഡിയാസും കൊണ്ടാണ്. അപ്പോൾ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കൊറോണ ആകുമ്പോഴേക്കും ഏകദേശം ഞാനൊരു 20-25% ഗ്രോത്ത് ആയിരുന്നു. കൊറോണ കാരണം നമ്മുടെ ചാനൽ കുറച്ചും കൂടി ഒന്ന് കയറി. ഞാൻ തിരിച്ചു വന്ന് ഹോസ്പിറ്റലിൽ കിടന്നു. ആ ഒരു സമയത്ത് നമ്മുടെ ചാനൽ കുറച്ചും കൂടി കയറി. എനിക്ക് ഏകദേശം 7 ലക്ഷത്തോളം ഫോളോവേഴ്സ് എനിക്ക് ആ ഒരു കാലയളവിൽ എനിക്ക് വന്നിട്ടുണ്ടായി. അതിനുശേഷമാണ് നാട്ടിൽ വന്ന് നമ്മൾ ഡ്രോൺ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഒരു കണ്ടൻറ്റൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് ഹാർഡ് വർക്ക് ഇതിനുണ്ട്. ഒരാളും ഉണ്ടായിരുന്നില്ല, എഡിറ്റ് ചെയ്യാനൊന്നും ഒരാളുണ്ടായിരുന്നില്ല. ഞാൻ തന്നെ ഷൂട്ട് ചെയ്യും, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യും, ഞാൻ തന്നെ അപ്ലോഡ് ചെയ്യും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പം നമുക്ക് നെക്ഷൻ മീഡിയ കൂടിയുണ്ട്. അവരാണ് എൻ്റെ ക്യാമറേസും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ആ ഒരു ഫോർച്യൂണർ എടുത്തിട്ട് നമ്മൾ വേൾഡ് ട്രിപ്പ് പോയി. കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ച് ഇവിടുന്ന് ലണ്ടൻ വരെ പോയി, ഓടിച്ചു പോയി. അവിടുന്ന് തിരിച്ച് വണ്ടി കൊണ്ടുവന്നു നാട്ടിലും ഞാൻ ഇറങ്ങി. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഒരുപാട് പേര് കളിയാക്കിയിരുന്നു, ഇവന് ലണ്ടനിലെത്തില്ല, അല്ലെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ വണ്ടി നീ നാട്ടിലിറക്കട, വീടിനെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടി തന്നെ ഞാൻ ഓടിച്ച് ലണ്ടൻ വരെ പോയി തിരിച്ച് നാട്ടിലിറക്കി ഇവിടെ ഓടിക്കുകയും ചെയ്തു. ഇപ്പോൾ ആ വണ്ടി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റീബിൽഡ് ചെയ്യാണ്, രജിസ്ട്രേഷന് വേണ്ടിയിട്ട്. പിന്നെ അതിനുശേഷം എന്ത് ചെയ്തത്, നമ്മുടെ ഈ ഒരു ഹോണ്ട ഗോൾഡ് വിങ് എടുത്ത് നമ്മൾ വേൾഡ് ട്രിപ്പ് പോയി. ഇപ്പോൾ 10-23 കൺട്രീസ് ക്രോസ് ചെയ്തിട്ട് ആ വണ്ടി ഇപ്പോൾ ഉള്ളത് ലണ്ടനിലാണ്. അവിടെ മഞ്ഞുവീഴ്ച ആയതുകൊണ്ട് മാത്രമാണ് ബ്രേക്ക് എടുത്തത്. ഇനിയിപ്പോൾ ആ യാത്ര ഞാൻ കണ്ടിന്യൂ ചെയ്യും. മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ വിൻ്റർ കഴിഞ്ഞാൽ ആ യാത്ര നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഇനി നമ്മൾ യൂറോപ്പ് കവർ ചെയ്യും, കാനഡ കവർ ചെയ്യും, അമേരിക്ക കവർ ചെയ്യും, ഓസ്ട്രേലിയ പോവും, ന്യൂസിലാൻഡ് പോവും, സിംഗപ്പൂർ പോവും, ഇന്തോനേഷ്യ പോവും. അവിടുന്ന് ബൈ റോഡ് തിരിച്ചു വരും. ഞാനിത് വെറുതെ പറയുന്നതല്ല. എൻ്റെ ലൈഫിൽ ഞാൻ തുടങ്ങി വെച്ച എല്ലാ മിഷൻസും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടറിയോ, നമ്മൾ ഹാർഡ് വർക്കാണ്. അതുപോലെ ഇതുപോലെ ഒരുപാട് ആൾക്കാർ നമുക്കേറെ ആരോപണങ്ങൾ കൊണ്ട് വരും. നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ ഹാർഡ് വർക്ക് ആയിട്ട് പോവുക. പിന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും. ഇതൊക്കെ ഇപ്പം പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ 7 വർഷമായി ഞാൻ ഈ ഒരു ഇൻഡസ്ട്രി തുടങ്ങിയിട്ട്. 7 വർഷവും നിങ്ങൾക്ക് ഞാൻ തന്നിരുന്ന കണ്ടൻറ്റുകൾ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം അല്ലേ. നിങ്ങൾ കണ്ടിരുന്ന കണ്ടൻറ്റുകളൊക്കെ ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് ഞാൻ തന്നെ ഷൂട്ട് ചെയ്ത കണ്ടൻറ്റുകളായിരുന്നു. പക്ഷേങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മൾ ചെറിയൊരു ചേഞ്ചസ് വരുത്താൻ പോയിട്ട് 2026 ചാനൽ റീസ്റ്റാർട്ട് ചെയ്യുമ്പം എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു നമുക്ക് ഡോക്യുമെൻ്ററി കൈൻഡ് ഓഫ് വീഡിയോസ് ചെയ്യണം എന്നുള്ളത്. പണ്ട് മുതലേ എൻ്റെ ഡ്രീമായിരുന്നു. പക്ഷേങ്കിൽ പണ്ട് കാലങ്ങളിൽ നമുക്ക് വ്യൂവേഴ്സ് എന്നുള്ളതൊരു ഘടകമായിരുന്നു. ആൾക്കാരെ കാണണം, കണ്ടാലേ നമുക്ക് വരുമാനം വരുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെടുക്കുന്ന കണ്ടൻറ്റുകളിലും എപ്പോഴും ക്ലിക്ക് ബൈറ്റും കാണുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാതെയും കയറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി. കാരണം ജനങ്ങൾക്ക് വേണ്ട സാധനങ്ങളാണ് നമുക്ക് കൊടുക്കേണ്ടത്. ജനങ്ങൾക്ക് ഒരിക്കലും പോസിറ്റീവായ കണ്ടൻറ്റിനോട് താല്പര്യമില്ല, നെഗറ്റീവായ കണ്ടൻറ്റിനോടാണ് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫോഴ്സ്ഫുള്ളി ഞാനും നെഗറ്റീവ് കണ്ടൻറ്റൊക്കെ ഇടേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. ഇപ്പോഴും നിങ്ങൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നല്ല ഒരുപാട് കണ്ടൻറ്റ് ഇടുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഇവർക്കൊന്നും ഒരു തരത്തിലുള്ള വ്യൂവേഴ്സ് ഇല്ല. നേരെ മറിച്ച്
രണ്ട് കൂട്ടുകാർ തമ്മിൽ അടി ചെയ്യുമ്പോഴോ, രണ്ട് കൂട്ടുകാർ തമ്മിൽ ഒച്ചപ്പാടാക്കുമ്പോഴോ, രണ്ട് കൂട്ടുകാർ തമ്മിൽ കോൺട്രവേഴ്സീസ് ഉണ്ടാകുമ്പോഴൊക്കെ ആൾക്കാർ ഉറങ്ങാതിരുന്ന് കാണും. കാരണം ആൾക്കാർക്ക് മറ്റുള്ളവരുടെ കുറ്റം കാണാനുള്ള ടെൻഡൻസിയാണ്. അതുകൊണ്ടാണ് പല വ്ളോഗേഴ്സും പല റിവ്യൂ വരുന്ന ആൾക്കാരും ഇങ്ങനെ കുറ്റം പറയുന്നതും മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു ചെന്ന് ഇങ്ങനെ തോണ്ടി നോക്കുന്നതും. ഇപ്പം ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പോസ്റ്റ് കണ്ടു, ഒരു മൂവി ആക്ടറെ പറ്റിയിട്ടൊരു റിവ്യൂ ചാനലിൽ എന്തൊക്കെയോ വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂവി ആക്ടേഴ്സ് ആണെങ്കിലും ന്യൂസ് റീഡേഴ്സ് ആണെങ്കിലും വ്ളോഗേഴ്സ് ആണെങ്കിലും എല്ലാവരും മനുഷ്യന്മാരാണ്. അവർക്കൊക്കെ അവരുടെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് ഫീലിങ്സ് ഉണ്ടാവും. ചിലപ്പോൾ അവർക്ക് പ്രണയങ്ങളുണ്ടായേക്കാം, പ്രണയങ്ങൾ തകർന്നുണ്ടായേക്കാം, വേറെ എന്തെങ്കിലും ഉണ്ടായേക്കാം. അതൊക്കെ അവരുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളാണ്. നമ്മളത് ചുവന്നെടുത്ത് അത് കണ്ടൻറ്റാക്കി അപ്ലോഡ് ചെയ്ത് അതിലേക്കൂടെ റീച്ച് ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ അതെന്ത് മോശമാണ്. അങ്ങനെ കണ്ടൻറ്റ് ഉണ്ടാക്കുന്ന റീസൺ എന്താ അറിയോ? നമ്മളൊക്കെ തന്നെയാണ്. കാരണം ഇത് കാണാൻ ആളില്ലോണ്ടാണല്ലോ ഇവർ അപ്ലോഡ് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കേൾക്കാൻ നമുക്ക് അത്ര ആവേശമുള്ളത് കൊണ്ടാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ഒരു കണ്ടൻ്റ് ആക്കിയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്നത്. ഞങ്ങളൊക്കെ ചാനൽ തുടങ്ങുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള കുറ്റങ്ങൾ പറയുന്ന പരിപാടികളൊന്നും ബ്ലോഗേഴ്സ് തമ്മിൽ പ്രശ്നമൊന്നുമില്ലാണ്ട് ഇങ്ങനെയൊന്നും മറ്റുള്ളവരുടെ ലൈഫിൽ നമ്മൾ കയറില്ലായിരുന്നു. ഇപ്പോൾ ശരിക്കും മറ്റുള്ളവരുടെ ലൈഫിലേക്ക് ആൾക്കാർ കയറാൻ തുടങ്ങി. ഒരു വശം നോക്കുമ്പോൾ നല്ലതാണ്, കാരണം ആൾക്കാർക്ക് പേടിയാണ്, കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള പേടി വരും ഇങ്ങനെ റിവ്യൂസ് പറയുന്നത് കൊണ്ട്. പക്ഷേ മറ്റൊരു വശം നോക്കുമ്പോൾ അനാവശ്യമായിട്ട് പേഴ്സണൽ ലൈഫിലേക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ട് പലരും. സോ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒരു ഡോക്യുമെൻ്ററി കൈൻഡ് ഓഫ് കണ്ടൻറ് ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം. ഒരിക്കലും എനിക്കൊരു മില്യൺസ് വ്യൂവേഴ്സോ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരോ ഒരുപക്ഷെ വീഡിയോ കാണണം എന്നില്ല, ഓപ്പണായിട്ട് പറയാം. കാരണം ഞങ്ങളെ ഇനി അങ്ങോട്ട് വരുന്ന കണ്ടൻറ്റുകളൊക്കെ നിങ്ങൾ കാണാം, എല്ലാം നമ്മൾ 4K 8K ക്വാളിറ്റി നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പ്രൊഫഷണൽ ക്യാമറ ഉണ്ട്, പ്രൊഫഷണൽ ടീമുണ്ട്, ഞാനല്ല എഡിറ്റ് ചെയ്യുന്നത്, ഞാനല്ല കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ നെക്ഷൻ മീഡിയ ഉണ്ട്, ആ ഒരു ടീമാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ 1-2 ദിവസം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും നമുക്കൊരു കണ്ടൻറ്റ് വരിക. ഈ കണ്ടൻറ്റ് നമ്മൾ കഷ്ടപ്പെട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഒരു 10,000-20,000 ആൾക്കാരെ കാണത്തുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു കവാസാക്കിയുടെ ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്ക് നമ്മൾ വളരെ അടിപൊളിയായിട്ട് നമ്മൾ ആ കണ്ടൻറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയോ കവാസാക്കിയുടെ കൊച്ചിയുടെ ഷോറൂമിൽ ആ ഒരു KLX എന്ന് പറയുന്ന വണ്ടി സ്റ്റോക്ക് ഔട്ടായി. ഒരു പീസ് പോലും കിട്ടില്ല. നിങ്ങളിപ്പം ബുക്ക് ചെയ്യാൻ പോയി നോക്കിയാൽ സാധനമില്ല. ഓർഡർ ചെയ്ത ആൾക്കാരുടെ സാധനങ്ങൾ മാത്രമേ ഇവിടെ ഇല്ല. എന്ന് വെച്ചാൽ നമ്മൾ ആ വീഡിയോ ഒക്കെ വരുമ്പോഴൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ആകാൻ തുടങ്ങി, ആൾക്കാരത് വാങ്ങാൻ തുടങ്ങി, ബുക്ക് ചെയ്യാൻ തുടങ്ങി. നേരെ മറിച്ച് വീഡിയോ കാണാതെ ഇൻസ്റ്റാഗ്രാമിലും അവിടെ ഇവിടെ കാണുന്ന ഷോർട്സ് കണ്ടിട്ട് ആൾക്കാർ ഭയങ്കര നെഗറ്റീവ്, ഞാൻ ആ വണ്ടിയെ തല്ലി കുത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ റിയൽ വീഡിയോ വരുന്ന വീഡിയോ യൂട്യൂബിലാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു സംഭവം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് വീഡിയോ ചെയ്താൽ മാത്രമേ ആ ഒരു സംഭവം നമുക്ക് വ്യക്തമായിട്ട് കാണിക്കാൻ പറ്റൂ. നേരെ മറിച്ച് ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ് 30 സെക്കൻഡ് വീഡിയോയിൽ ഒരിക്കലും നമുക്കൊരു പ്രൊഡക്റ്റ് ഫുള്ളി നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പം ആ ഒരു വീഡിയോയുടെ ക്വാളിറ്റി നിങ്ങൾ ശ്രദ്ധിച്ചു. അത് നമ്മുടെ ട്രയൽ വീഡിയോ ആയിരുന്നു. ഇനി വരുന്ന എല്ലാ വീഡിയോസും ഹെവി ക്വാളിറ്റി ആയിരിക്കും, ഹെവി ആയിരിക്കും. നമ്മൾ ഒരുപാട് ആൾക്കാരുടെ കഥ പറയുന്നുണ്ട്, ഒരുപാട് പാവങ്ങളുടെ കഥ ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഒരുപാട് നല്ല നല്ല കണ്ടൻസുകൾ നമ്മുടെ ചാനലിൽ വരുന്നത്. എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് റിക്വസ്റ്റ് എന്താ വെച്ചാൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ ചെയ്ത കണ്ടന്റിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള കണ്ടൻറ്റുകളാണ് ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്നത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. എനിക്ക് സാമ്പത്തികമായിട്ട് ഹെൽപ്പോ അല്ലെങ്കിൽ വീഡിയോ റവന്യൂ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ടു ബി ഓണസ്റ്റ്, എനിക്ക് വേണ്ടത് നിങ്ങളിടുന്ന നല്ല നല്ല കമൻറ്റ്സ്, നിങ്ങളുടെ ഷെയറുകൾ, നിങ്ങളുടെ ലൈക്കുകൾ, ഇതാണ് വേണ്ടത്. ഇതൊക്കെയാണ് നമുക്ക് ഓരോ കണ്ടന്റിയുടെ നല്ല മോട്ടിവേഷൻ. എന്തുവായിരുന്നു, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ? സപ്പോർട്ട് ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ ഒരു മടിയും കാണിക്കരുത്, കമൻറ്റ് ചെയ്യണം. വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരണമെങ്കിൽ അതും നിങ്ങൾ പറയണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഗാഡ്ജറ്റുകൾ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതൊക്കെ നമ്മൾ നൈക്കണിൻ്റെ ZR എന്ന് പറയുന്ന റെഡ് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് എക്സറൈസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം സാമ്പത്തികപരമായിട്ട് പ്രശ്നത്തിലാണ്. അതുകൊണ്ടാണ് ശരിക്കും ഞാൻ ഈ ഒരു സാധനം തൽക്കാലത്തേക്ക് നെക്ഷൻ മീഡിയ സജസ്റ്റ് ചെയ്യട്ടോ. നെക്ഷൻ മീഡിയ എന്താണെന്ന് അറിയാത്തവർക്കാണ്, നമ്മുടെ ഒരു പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. നമ്മൾ മാർക്കറ്റിംഗ് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കമ്പനിയാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ഒന്ന് നിങ്ങൾ ഓപ്പൺ ആക്കി നോക്കിയാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊജക്റ്റിലുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്ക്, നമ്മൾ ചെയ്തുതരും. ഓക്കെ, അപ്പോൾ എല്ലാവരും കട്ടക്ക് കൂടുന്നൊക്കെ നല്ല അടിപൊളി ഫാമിലി ആയിട്ട് കുട്ടികളായിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന നല്ല അടിപൊളി കണ്ടൻസ് ആണ് നമ്മുടെ ചാനൽ വരാൻ പോകുന്നത്. ഒരു ക്ലിക്ക് ബൈറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ക്ലിക്ക് ബൈറ്റ് ഇല്ലാത്ത നല്ല കണ്ടൻറ്റുകളും നിങ്ങളൊന്ന് സ്വീകരിക്കുക. ഒരുപക്ഷെ നമ്മുടെ മക്കളൊക്കെ വലുതാകുമ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നമുക്ക് പോസിറ്റീവായ കണ്ടൻറ്റുകൾ മാത്രമേ കാണാൻ പറ്റൂ. അങ്ങനെയെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ വളർന്നു വരുന്ന തലമുറക്ക് ഒരിക്കലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ആവശ്യപ്പെടുന്നത് നെഗറ്റീവ് കണ്ടൻറ്റാണ്. അതുമാണ് ഇൻഫ്ലുവൻസേഴ്സ് നമുക്ക് തരുന്നത്. ഓക്കെ, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് തുടങ്ങിയാലോ എന്നാൽ. അപ്പോൾ എങ്ങനെ ഗൈസ്, മല്ലു ട്രാവൽ വെർഷൻ 2 നിങ്ങൾ റെഡിയാണോ? ഒരു വീഡിയോയിൽ മിസ്സാക്കരുത് കേട്ടോ. കമൻറ്റ് ലൈക്കൊക്കെ ചെയ്യണം. ഞാൻ റെഡിയാണ്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ട്രാവൽ ടുഗെദർ.